ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ നഗരിയിലാണുള്ളത്. നമുക്കിവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം കാണാം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ. തെക്കിൻ്റെ കാശി എന്നും കൊട്ടിയൂർ അറിയപ്പെടുന്നു. കണ്ണൂർ വയനാട് ജില്ലാ അതിർത്തി ഗ്രാമമായ കൊട്ടിയൂരിലെ താമസക്കാരിൽ അധികവും തിരുവിതാംകൂറിൽ നിന്നും കുടിയേറി വന്നവരുടെ പിൻതലമുറകളിൽപ്പെട്ടവരാണ്. കൊട്ടിയൂരിലെ കാടിനു നടുവിലായി 2 ക്ഷേത്രങ്ങൾ ഉണ്ട്. ഇവിടെ കാടിനു നടുവിലായി അക്കരെ ഇക്കരെ 2 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ അക്കരെ ക്ഷേത്രത്തിൽ വർഷത്തിൽ 28 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് നടക്കുന്നത്. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നാളുകൾ തോറും ആളുകൾ ഏറിയേറി വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ആളുകൾ കൊട്ടിയൂരിനെ ലക്ഷ്യമാക്കി വരുന്ന കാഴ്ച. കൊട്ടിയൂരിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങിക്കിടന്ന വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി യുവാക്കൾ ഡാൻസ് ചെയ്യുന്ന കാഴ്ചകൾ. വഴിനീളെ ക്യൂവിൽപ്പെട്ട വാഹനങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇറങ്ങി നടന്നു പോകുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണാം. പക്ഷേ റോഡിന്റെ ഇരുവശങ്ങളിലും ചെളി നിറഞ്ഞതും വീതി കുറവും കാരണം ഭക്തജനങ്ങൾക്ക് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല. കൊട്ടിയൂരിൽ എങ്ങനെയെങ്കിലും എത്തി ഭഗവാനെ ഒരു നോക്ക് കാണണം എന്ന ചിന്തയോടുകൂടി മാത്രമാണ് ഭക്തജനങ്ങൾ എല്ലാം മറന്ന് നടന്നു പോകുന്നത്. ധാരാളം കർണാടക രജിസ്ട്രേഷൻ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. വരും വർഷങ്ങളിൽ അന്യസംസ്ഥാന ജില്ലകളായ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ കൊട്ടിയൂരിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴേ വാഹന ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നത് കൂടുതലും വലിയ വാഹനങ്ങളായ ബസ്സുകളാണ്. അത് വരുന്നതാകട്ടെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്നുള്ളവയാണ്. എത്രയൊക്കെ മടുപ്പുള്ള യാത്രയാണെങ്കിലും കൊട്ടിയൂരിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ പാലുകാച്ചി മലയും ബാവലിപ്പുഴയുടെ കരഭാഗങ്ങളും ഒക്കെയായി മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. പച്ചപ്പും ഹരിതഭംഗിയും ചേർന്നുള്ള മനോഹരമായ കാഴ്ച. മലയോര മേഖലയായ കേളകവും ചുങ്കക്കുന്നും നീണ്ടുനോക്കിയും ഒക്കെ കടന്ന് അവർ അമ്പലത്തിലടുത്തെത്തുമ്പോൾ അക്കരെ ഇക്കരെ ക്ഷേത്രങ്ങളുടെ 2 കവാടങ്ങളാണ് കാണുന്നത്. ഉത്സവകാലത്ത് ഇക്കരെ ക്ഷേത്രത്തിൽ പൂജകൾ ഒന്നും നടക്കാറില്ല എങ്കിലും വരുന്ന ഭക്തജനങ്ങളെല്ലാം ഇക്കരെ ക്ഷേത്രത്തിൽ ദർശനം നടത്താതെ പോകാറില്ല. വലിയ വാഹനങ്ങളിൽ ബസ്സുകളും ട്രാവലറുകളും കാറുകളിലും വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത്രയൊക്കെ വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങളൊന്നും ഇവിടുത്തെ റോഡുകൾക്കില്ല. കൃത്യമായ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ ഇവിടെ ദേവസ്വം ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും ട്രാഫിക് കുരുക്കുകൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതും കാണാം. കൊട്ടിയൂരിലേക്ക് വരുമ്പോൾ റോഡ് സൈഡിൽ മുഴുവനുള്ള കാഴ്ചകൾ, വാഹനങ്ങൾ പല സ്ഥലത്തും ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. മണിക്കൂറുകളോളം ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജന വാഹനങ്ങളിൽ തന്നെ ഇരിക്കേണ്ടുന്ന കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം താണ്ടി കൊട്ടിയൂരിലെത്തിയാൽ കൊട്ടിയൂരിൽ ഇതിനു വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഇതിനൊക്കെ പുറമെ സമാന്തര റോഡുകൾ ഇവിടെയുണ്ട് എങ്കിലും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല. എല്ലാം കൂടി പഴി കേൾക്കുന്നതും നിയമപാലകരായ പാവം പോലീസുകാരാണ്. രാവും പകലുമില്ലാതെ അവർ ട്രാഫിക് നിയന്ത്രണത്തിന് ഇറങ്ങുന്നു. അവരൊക്കെ എത്ര നിയന്ത്രിച്ചിട്ടും ഇഷ്ടപ്പെട്ടാലും പഴികൾ മുഴുവൻ കേൾക്കാനാണ് ഇവരുടെ വിധി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ട ഇവിടെ കൊട്ടിയൂർ ദേവസ്വം അതിനൊന്നും മെനക്കെടാറില്ല. ഓരോ വർഷം കൂടുന്തോറും ഭക്തജനങ്ങൾ കൂടിക്കൂടി വരുന്ന കൊട്ടിയൂരിൽ തിരക്കിൽ ട്രാഫിക് ബ്ലോക്കിലും പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു 3 വയസ്സുകാരൻ്റെ മരണം സ്ഥിരീകരിച്ചത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വന്ന നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഇൻബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക. മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം. കൊട്ടിയൂരിൽ ഇന്ന് നല്ല മഴയാണ്, ക്ഷേത്രത്തിൽ നല്ല തിരക്കുമാണ്. അതേപോലെ തന്നെ
മലയാളികളെ കഴിഞ്ഞും കൂടുതൽ കർണാടകക്കാർ ഇന്ന് ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അത്രയും ആൾക്കാരെ, മിക്ക ആൾക്കാരെ കാണുന്നതും നമ്മൾ കർണാടകക്കാരെയാണ് കൂടുതൽ കാണുന്നത്. ബാവലിയിൽ നിന്ന് കിഴക്ക് ഭാഗത്ത് കൂടി ഒഴുകി വരുന്ന വെള്ളം ക്ഷേത്രമുറ്റമായ തിരുവഞ്ചിറയെ വലം വെച്ച് പടിഞ്ഞാറോട്ടൊഴുകി ബാവലിയിൽ തന്നെ ചേരും. ബാവലിയിലെ കല്ലുകളും മണ്ണും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത്. ഐശ്വര്യദായിനിയും ആദിപരാശക്തിയുമായ ഭഗവതിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട് ഇവിടെ. അമ്മാറക്കല്ലിന് പാർവതി സങ്കല്പമാണ് ഇവിടെയുള്ളത്. തീർത്ഥക്കുളം ഒരു സൈഡിലായി കാണാം. അവിടെ നിന്ന് തീർത്ഥജലം ശേഖരിക്കുകയും തീർത്ഥജലം അവിടെ നിന്ന് പാനം ചെയ്യുന്നതും നമുക്ക് കാണാം. കൂടാതെ തിരുവഞ്ചിറയെ വലം വെച്ച് വരുമ്പോൾ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിരുവടുപ്പിൻ്റെ കാഴ്ചകളും നമുക്കിവിടെ കാണാം. രാപ്പകൽ വിറകരിയുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്നും ചാരം നിത്യവും ശിവഭൂതഗണങ്ങൾ നീക്കം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ടൺ കണക്കിന് വിറകരിയുന്ന ഇവിടെ ചാരം ബാക്കിയായി കാണുന്നില്ല. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത്. 28 ദിവസങ്ങളിലായാണ് ഉത്സവം. ഭണ്ണാരം എഴുന്നള്ളത്ത് മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം നാൾ മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവുമാണ്. മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. മേടമാസം വിശാഖം നാളിൽ ഉത്സവത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് ഇക്കരെ കൊട്ടിയൂരിൽ പ്രക്കൂഴം കൂടും. കൂടാതെ കൊട്ടിയൂരിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള മണത്തണയിലെ ശ്രീ പോർക്കലി ക്ഷേത്രത്തിനടുത്തുള്ള ആയില്യാർക്കാവിലും ആലോചന നടക്കും. 28 ദിവസം നീളുന്ന വൈശാഖ ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാക്കരുത് എന്നാണ് വൈദിക വിധി. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാക്കാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. നീരെഴുന്നള്ളത്ത് സംഘം ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് നമ്പൂതിരിയുടെയും സാമുദായി ഭട്ടതിരിപ്പാടിന്റെയും നേതൃത്വത്തിൽ കാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് മന്നഞ്ചേരിയിലെ കൂവപ്പാടത്തെത്തും. ഇവിടെ നിന്ന് കൂവ ഇലകൾ പറിച്ചെടുത്ത് പാവലിപ്പുഴയിലേക്ക് എത്തുന്നു. ഒറ്റപ്പില, കുറിച്യസ്ഥാനികൻ, ജന്മാശാരി എന്നീ അവകാശി കാത്തുനിൽക്കും. ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും അക്കരെ കൊട്ടിയൂരിലേക്ക് പോകാൻ പുറംകലയനോട് പൂജാരികളും മറ്റുള്ളവരും അനുവാദം ചോദിക്കുന്നു. പുറംകലയൻ അനുവാദം നൽകുന്ന കൂവ ഇല ബാവലി തീർത്ഥം ശേഖരിച്ച് അക്കരെ ദേവസ്ഥാനത്ത് എത്തും. ബാവലി തീർത്ഥം സ്വയംഭൂവിലും മണിത്തറയിലും തളിച്ച് ശുദ്ധി വരുത്തും. ഇതോടുകൂടി ഒരു വർഷമായി അടഞ്ഞുകിടന്ന തിരുവഞ്ചിറയും പരിസരങ്ങളും വൃത്തിയാക്കി ഉത്സവത്തിന് അരങ്ങൊരുങ്ങും. കൊട്ടിയൂരിലെ നീരെഴുന്നള്ളത്ത് മുതൽ തുടങ്ങി എല്ലാ ചടങ്ങുകളും ഞങ്ങളുടെ ചാനലായ ട്രാവൽ സിറ്റി 916 എന്ന ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻ്റായും എഴുതുക.
ഇതോടുകൂടി വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാൾ ഇക്കരെ ക്ഷേത്രത്തിലെത്തും. സംഹാരരുദ്രനായ വീരഭദ്രൻ ദക്ഷന്റെ ശിരസ്സറുത്ത ശേഷം ചുഴറ്റിയെറിഞ്ഞ വാൾ ചെന്നു വീണ സ്ഥലമാണ് മുതിരേരി എന്നാണ് വിശ്വാസം. കുറ്റിയാടി ജാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവ് പിന്നെയാണ്. വാൾ ഇക്കരെ ക്ഷേത്രത്തിൽ വെച്ച ശേഷം പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഗ്നി അക്കരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. അക്കരെ ക്ഷേത്രത്തിൽ 5 കർമ്മികൾ ചേർന്ന് പാതി പുണ്യാഹം കഴിച്ച് ചോതിവിളക്ക് തെളിയിക്കും. ചോതിവിളക്ക് തയ്യാറാക്കുന്നത് 3 മൺതലങ്ങളിൽ നെയ്യൊഴിച്ചാണ്. രാവിലെ കോട്ടയം എരുവട്ടി ക്ഷേത്രത്തിൽ നിന്ന് ഇതിനുള്ള എണ്ണയും വിളക്ക് തിരികളും കൊണ്ടുവരും. ഈ ചടങ്ങ് കഴിഞ്ഞാൽ നാളം തുറക്കൽ എന്ന ചടങ്ങാണ്. ഉത്സവം തുടങ്ങുന്നത് അഷ്ടബന്ധം നീക്കിക്കൊണ്ടാണ്. ആ മണ്ണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു. 3-ാം ദിവസമായ വൈശാഖത്തിൽ ഭണ്ണാരം എഴുന്നള്ളിപ്പാണ്. ഭണ്ണാരങ്ങൾ സൂക്ഷിക്കുന്നത് കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിലാണ്. ഭണ്ണാരം കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്ന കാഴ്ചയും മനോഹരമാണ്. നെയ്യാട്ടം കഴിഞ്ഞാൽ പിന്നെ ഇളനീരാട്ടമാണ്. മലബാറിലെ തീയ സമുദായക്കാരാണ് ഇതിനുവേണ്ട ഇളനീരുകൾ എത്തിക്കുന്നത്. കൂത്തുപറമ്പിനടുത്തുള്ള എരുവട്ടിക്കാവിൽ നിന്ന് എണ്ണയും ഇളനീരും വാദ്യഘോഷങ്ങളോടെയാണ് എത്തിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് എരുവട്ടി തണ്ടാനായിരിക്കും. ഇളനീർ വെപ്പ് ദിനത്തിൽ ഭക്തർ ആയിരക്കണക്കിന് ഇളനീറുകൾ ശിവലിംഗത്തിന് മുന്നിൽ സമർപ്പിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇളനീർ അഭിഷേകം. ഉത്സവം തുടങ്ങി ആദ്യ 11 ദിവസം ശിവൻ കോപാകുലനായിരിക്കും. കോപം തണുപ്പിക്കാൻ നീരഭിഷേകം, ഇളനീരഭിഷേകം, കളഭാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി കൊട്ടിയൂർ മഹാക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ കാഴ്ചകളാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഒരു അംഗമാണവർ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ കവയത്രി കൂടിയാണ്. മലയാള സാഹിത്യത്തിൽ ശ്രദ്ധേയമായ കവിതകൾ അവർ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ തിരുമുൽക്കാഴ്ച, തുളസി തീർത്ഥം, മഴത്തുള്ളികൾ, ശ്രീവല്ലഭന്റെ പാതാരബിംബങ്ങളിൽ തുടങ്ങിയവയാണ്. രാജഭരണവും കാഴ്ചകളും നമ്മളിൽ നിന്ന് അന്യം നിന്നുപോയി എങ്കിലും 66 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വലിയൊരു കൊട്ടാരത്തിൽ 110 റൂമുകളുള്ള ആ കൊട്ടാരത്തിലാണ് ഇന്നും ഇവർ താമസിക്കുന്നത്. അവിടെ ഇപ്പോൾ താമസിക്കുന്ന അംഗങ്ങൾ അമ്മ തമ്പുരാട്ടി, വലിയമ്മ തമ്പുരാട്ടി, വലിയമ്മ തമ്പുരാട്ടിയുടെ ഹസ്ബൻഡ് കുഞ്ഞു തമ്പുരാൻ ആദിത്യവർമ്മ, ഭാര്യ, 2 മക്കൾ, കൂടാതെ 20ഓളം വരുന്ന സ്റ്റാഫുകൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും മുടങ്ങാതെ തൊഴാൻ പോകുന്ന തമ്പുരാട്ടി ദർശനത്തിന് വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മറ്റാരെയും ദർശനത്തിന് അനുവദിക്കാറില്ല. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൊട്ടിയൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.